ശ്രീനിയുടെ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും നന്നായിട്ട് നയതന്ത്രജ്ഞത പാലിച്ചപ്പോൾ ശ്രീനി പക്ഷേ അങ്ങനെയൊന്നും പാലിച്ചില്ല. ശ്രീനി ഉള്ളതുകൊണ്ട് വാട്ട് എവർ യു ഫീൽ യു സ്പീക്ക് ഔട്ട്. യെസ്, ചില ആൾക്കാർ ഉപദേശിക്കുന്നുണ്ട്, ഒരാൾ ഉപദേശിക്കുന്നുണ്ട് ശ്രീനി കുറച്ചും കൂടി നയജാതിര്യം വേണ്ടേ എന്ന്. ഹായ് ശ്രീനി, നമ്മൾ പരിചയപ്പെട്ടിട്ട് ഒരു 25-26 വർഷമായി കാണും അല്ലേ? ഈ ഒരു സുഹൃത്ത് ബന്ധം ഞാൻ ഒരുപാട് വിലമതിക്കുന്നു. എനിക്കെപ്പോഴും തോന്നാറുണ്ട് ശ്രീനി മറ്റുള്ളവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ശ്രീനി എന്ന മനുഷ്യനെ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിനൊരു പ്രധാന കാരണം ശ്രീനി മനസ്സിലെന്ത് തോന്നുന്നു അത് വിളിച്ചു പറയും. അത് കുറച്ചും കൂടി ഡിപ്ലോമാറ്റിക്കായിട്ട് ഡീൽ ചെയ്തുകൂടെ എന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്തു പറയണു, കുറച്ചും കൂടി ഡിപ്ലോമസി ആവശ്യമില്ലേ? എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് സുജാത. ഷീ ഓൾവേസ് ഹാസ് മൈ ഗുഡ് ഇൻ ഹർ ഹാർട്ട്. ബട്ട് ഐ തിങ്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി. ഞാനായിട്ട് തന്നെ ജീവിക്കണമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞെങ്കിലും അതൊരു കുറ്റമായിട്ടോ അങ്ങനെയല്ല പറയുന്നത്. എനിക്ക് തോന്നുന്നതാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഐ ഡോണ്ട് ഹോൾഡ് മൈസെൽഫ് ഇൻ വെരി ഹൈ എസ്റ്റീം. ഞാനൊരു വലിയ മനുഷ്യനാണ്, എനിക്ക് വാട്ട് എവർ ഐ സേ ഇസ് അങ്ങനെയല്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ശ്രീനി പറഞ്ഞു പോയിട്ട് വേണ്ടായിരുന്നു, എന്തിനാണ് വെറുതെ ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല. ഇല്ല, വളരെ പ്രധാനപ്പെട്ട ചില ആൾക്കാരുമായിട്ട് പറഞ്ഞതിന് മുകളിൽ മുഷിയുന്നു. ചിലപ്പോൾ മുഷിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ യു ഡു അബൌട്ട് ഇറ്റ്? അങ്ങനെ അടുത്ത കാലത്തായിട്ട് മുഷിഞ്ഞ എവിടെയാണ്? എനിക്കൊന്ന് രണ്ട് അനുഭവങ്ങളൊക്കെ അറിയാം, പക്ഷേ അത് പറയുന്നില്ല ഇവിടെ. എനിക്ക് അങ്ങനെ മുഷിഞ്ഞ ആൾക്കാരൊന്നും സുജാതയെ പോലുള്ള ആൾക്കാരെ പറയാം ശ്രീനി വേണ്ട വെറുതെ എന്തിനാ നമ്മൾ. ഷീ ഈസ് ഓൾവേസ് വെരി കെയർഫുൾ. കുറച്ച് ഓവർ കെയർഫുൾ ആണോ സുജാത? ഷീ ഈസ് വെരി കെയർഫുൾ. ഐ കനോട്ട് ബി ലൈക്ക് ഹർ. ഷീ ഈസ് എ ഗ്രേറ്റ് ഡിപ്ലോമാറ്റ്. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. ഗ്രേറ്റ് ഡിപ്ലോമാറ്റ്. വേണമെങ്കിൽ നമുക്ക് അമേരിക്കയിൽ ഇന്ത്യൻ സ്ഥാനപതിയായിട്ട് അയക്കാൻ പറ്റുമോ? അബ്സല്യൂട്ട്ലി. ശ്രീനി ഇപ്പോഴിങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിരിക്കുകയാണ്. ഇങ്ങനെയായിരുന്നോ പണ്ട് ശ്രീനി? മേ ബി നോട്ട്. എനിക്ക് സംശയമുണ്ട്. മേ ബി നോട്ട്. നമ്മളൊരു സ്മോൾ ടൈം വരട്ടെ. ചെറിയൊരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ. ശ്രീനെ എപ്പോൾ ഞാൻ കോമ്പറ്റീഷന് കാണുമ്പോൾ അന്നൊരു ചെറിയൊരു ടൈനി ബോയാണ്. പൊക്കവും വണ്ണമൊക്കെ ഒന്നുമില്ലാതെ ചെറിയൊരു കുട്ടിയാണ്. ശ്രീനി ഏത് കോമ്പറ്റീഷന് വരുമ്പോഴും നല്ലോണം പാടുമെങ്കിലും ഭയങ്കര പെപ്പറാണ്. ഏത് സമയം കൈ ഇങ്ങനെ കുടഞ്ഞുകൊണ്ടേയിരിക്കും. ആ സ്വഭാവം ഇപ്പോഴൊക്കെ കാണാറുണ്ട്. എന്താണ്, ഇപ്പോഴും ടെൻഷൻ ആയിട്ടാണോ അല്ലാതെ ഇപ്പോൾ അവർ മാൻഡ്രസമായിട്ട് മാറിയോ? ഇതൊരു ചെറിയ കുസൃതി ചോദ്യമാണ് കേട്ടോ. അരുന്ധതി ശ്രീനിയുടെ ഒരു പഴയ സുഹൃത്താണ്. പിന്നെ അരുന്ധതി എന്തൊരു നല്ല മ്യൂസിഷ്യൻ, എന്തൊരു നല്ല സിംഗറാണ്. ശ്രീനിയെക്കുറിച്ച് അരുന്ധതി ഓർക്കുന്നത് എങ്ങനെയാണ്? എപ്പോഴും അല്പം ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഐ വാസ് ലൈക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ? ടെൻഷനാണോ, ഒരു നെർവസ് എനർജി ഉണ്ടായിരുന്നു. നെർവസ് എനർജി ഇപ്പോൾ കുറഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പം നല്ല വളരെ സ്വച്ഛന്തമായി വളരെ സ്വതന്ത്രമായില്ലേ? അതന്നെ. അപ്പോൾ പണ്ട് ഐ വാസ് വെരി നെർവസ് എനർജി വാസ് ദെയർ. അത് നമ്മളൊരു സ്മോൾ ടൗണിൽ നിന്ന് വരുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. അതെ, സ്വാഭാവികമായിട്ടും. പക്ഷെ പിന്നെ ശ്രീനിക്ക് വലിയൊരു അവസരം കിട്ടി, ശ്രീനിനെ കൊണ്ട് കടഞ്ഞെടുത്തു. പക്ഷെ അപ്പോഴും ഈ പണ്ട് തലേ കയറിയ സാധനങ്ങൾ ചിലപ്പം, അതാണ് അരുന്ധതി പറയും, ഇപ്പോഴും ചില സമയത്ത് സ്റ്റേജിൽ ഒരു സ്റ്റേജിൽ വരുമ്പോൾ ഇത് ഇപ്പോൾ ഇവരൊക്കെ ചിലപ്പോൾ എന്നോട് വളരെ സ്നേഹം ഉണ്ടായിരിക്കാം എല്ലാവർക്കും. അപ്പോൾ ബട്ട് എന്നാലും നിങ്ങളുടെ മുമ്പ് പാടാനായിട്ട് എനിക്കിപ്പോഴും ടെൻഷനാണ്. നിങ്ങൾ എന്ത് വിചാരിക്കുന്നുള്ളതല്ല, നന്നായിട്ട് പാടണമല്ലോ. സോ ഓൾവേസ് ദാറ്റ് ഇസ് ദേർ. ശ്രീനിയുടെ പാട്ടുകൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു ശ്രീനിക്ക്. ശ്രീനിയുടെ ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് അടുത്ത്. എവിടെ? പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ശ്രീനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞിട്ടില്ല, അൺഫോർച്ചുനേറ്റ്ലി. അത് ഭയങ്കര സങ്കടമാണ് എനിക്ക്. ഐ നെവർ ന്യൂ ബിക്കോസ് ഐ വാസ് എ ഷൈ പേഴ്സൺ. വളരെ ഷൈ ആയിരുന്നു. ആണോ? എക്സ്ട്രീംലി. ആ ഷൈനസ് ഒക്കെ ഇപ്പം പോയോ? കുറച്ച് പോയെന്ന് തോന്നുന്നു. പോയി. അപ്പോൾ ഇപ്പം ഫാൻസ് ഒക്കെ വരുമ്പോൾ ശ്രീനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ എനിക്കെന്ത് ഫാൻസ്
I'm very happy with fans and കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫാൻസൊക്കെ വരുമ്പോൾ ശ്രീനി ആകെ നാണം കുണി ഞങ്ങൾ മാറി ആയിരിക്കും. ആയിരിക്കുന്നു എന്നോട് ചോദിക്കുന്നത്. ആ ശരിയാ, എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയുള്ള സുഹൃത്തുക്കളുണ്ട് ആ ബ്ലൂ ബേഡ്സിൽ. നോക്കാം. പല ആൾക്കാരും.